നമസ്കാരം. ഒരു കൊച്ചു സോപ്പ് ബാറിന് എത്രത്തോളം കഥ പറയാനുണ്ടാകും? അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം ഇത് വെറുമൊരു സോപ്പല്ല. നൂറ്റാണ്ടുകളിലൂടെ നമ്മുടെയെല്ലാം ജീവിതങ്ങളിലേക്ക് കയറി വന്ന പല തലമുറകളെയും ശുചിത്വത്തെക്കുറിച്ച് പഠിപ്പിച്ച ഒരു വലിയ ചരിത്രത്തിന്റെ ഭാഗമാണിത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആ കഥയാണ്. നമ്മൾ കണ്ട സ്വപ്നങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിക്കും പറയാനുണ്ടായിരുന്ന ഒരു ചുവപ്പൻ കഥ. 1890കളിൽ ലണ്ടനിൽ നിന്നാണ് ഇതിന്റെ എല്ലാം തുടക്കം. അക്കാലത്ത് വ്യവസായ വിപ്ലവം കൊടുമ്പിരി കൊണ്ടിരുന്ന ഇംഗ്ലണ്ടിലെ തൊഴിലാളികൾ വൃത്തിഹീനമായ ചുറ്റുപാടുകളിൽ ജീവിച്ചപ്പോൾ കോളറ, ടൈഫോയിഡ് തുടങ്ങിയ രോഗങ്ങൾ അവരെ വേട്ടയാടിയിരുന്നു. അത് കണ്ട് ആശങ്കപ്പെട്ട വില്യം ഹെസ്കെത്ത് ലിവർ എന്ന മനുഷ്യൻ സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ ഒരു സോപ്പ് നിർമ്മിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ശുചിത്വം ഒരു സാധാരണ കാര്യമാക്കണം. ടു മേക്ക് ക്ലെൻലിനെസ് എ കോമൺ തിങ്. ഈ ലക്ഷ്യബോധം അദ്ദേഹത്തെ നയിച്ചത് വെറും ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാനായിരുന്നില്ല, ഒരു സാമൂഹിക മാറ്റത്തിന് വേണ്ടിയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം കാർബോളിക് ആസിഡ് എന്നൊരു രാസവസ്തു സോപ്പിൽ ചേർത്ത് പരീക്ഷണം നടത്തുന്നത്. അന്നുവരെ വൈദ്യശാസ്ത്രത്തിൽ മാത്രം ഉപയോഗിച്ചിരുന്ന ഈ ആസിഡ് ചേർത്തപ്പോൾ സോപ്പിന് ഒരു പ്രത്യേകതരം ചുവപ്പ് നിറവും നല്ലൊരു മണവും കിട്ടി. അതായിരുന്നു 1894 ഇറങ്ങിയ ലൈഫ് ബോയ് റോയൽ ഡിസിൻഫെക്റ്റന്റ് സോപ്പ്. ഈ സോപ്പ് ഒരു ബ്രാൻഡ് എന്നതിലുപരി ഒരു വിപ്ലവമായിരുന്നു. ഇത് ആദ്യമായി സാധാരണക്കാരെ കൈ കഴുകുന്നതിന്റെയും ശരീര ശുചിത്വത്തിന്റെയും പ്രാധാന്യം പഠിപ്പിച്ചു. ലൈഫ് ബോയ് എന്ന പേരിന് ഒരു കഥയുണ്ട്. ഒരു കപ്പലിൽ നിന്ന് അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ ഉപയോഗിക്കുന്ന സുരക്ഷാ ഉപകരണങ്ങളുടെ രൂപത്തിൽ നിന്നാണ് ഈ പേര് വന്നത്. അതുപോലെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ആളുകളെ രക്ഷിക്കുന്ന ഒരു സംരക്ഷണ കവചം എന്നതായിരുന്നു ലൈഫ് ബോയിയുടെ ആശയപരമായ അടിത്തറ. അതുകൊണ്ട് തന്നെ ആദ്യകാല പരസ്യങ്ങളിൽ ഒരു ലൈഫ് പ്രിസർവറിന്റേതിന് സമാനമായ രൂപവും നാവികരുടെ ചിത്രങ്ങളും അവർ ഉപയോഗിച്ചു. കപ്പലോട്ടക്കാരെയും കടലിലെ സാഹസിക യാത്രകളെയും ഇത് ഓർമ്മിപ്പിച്ചു. കാലക്രമേണ ഈ ചിഹ്നങ്ങളെല്ലാം കുടുംബത്തെയും കുട്ടികളെയും സംരക്ഷിക്കുന്നതിന്റെ പ്രതീകങ്ങളായി പരിണമിച്ചു. ലൈഫ് ബോയിയുടെ കടുത്ത ചുവപ്പ് നിറം അപകടങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തെയും ആരോഗ്യത്തെയും റെപ്രസെന്റ് ചെയ്യുന്നു. ലിവർ സഹോദരന്മാർ ഈ സോപ്പ് വിപണനം ചെയ്യുന്നതിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തി. അവർ വീടുകൾ തോറും കയറി ഇറങ്ങി ശരിയായ രീതിയിൽ കൈ കഴുകുന്നതിന്റെ പ്രാധാന്യം പഠിപ്പിച്ചു. അമ്മയാണ് ആരോഗ്യത്തിന്റെ ഡോക്ടർ എന്നൊരു ആശയം അവർ കൊണ്ടുവന്നു. കുടുംബത്തെ അസുഖങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ അമ്മമാർ ലൈഫ് ബോയ് ഉപയോഗിക്കണം എന്ന് അവർ പറഞ്ഞു. ഈ പ്രചാരണം വൻ വിജയമായി. അങ്ങനെ ലൈഫ് ബോയ് കുടുംബത്തിന്റെ സംരക്ഷകനായി മാറി. പിന്നീട് ലോകമഹായുദ്ധങ്ങളുടെ കാലം വന്നപ്പോൾ ലൈഫ് ബോയ് എന്ന ബ്രാൻഡിന്റെ മഹത്വം ലോകം തിരിച്ചറിഞ്ഞു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ സൈനികരുടെ ശുചിത്വം ഉറപ്പുവരുത്താൻ ലക്ഷക്കണക്കിന് ലൈഫ് ബോയ് സോപ്പുകൾ വിതരണം ചെയ്തു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ലണ്ടനിലെ ബോംബ് ആക്രമണങ്ങളിൽ വീടുകളും ശുചിത്വ സംവിധാനങ്ങളും തകർന്നപ്പോൾ ലൈഫ് ബോയ് മൊബൈൽ വാഷിംഗ് യൂണിറ്റുകൾ സ്ഥാപിച്ചു. ടാങ്കറുകളിൽ വെള്ളം എത്തിച്ച് ആളുകൾക്ക് സൗജന്യമായി കുളിക്കാനും വസ്ത്രം അലക്കാനും സൗകര്യമൊരുക്കി. ഈ സേവനം ലൈഫ് ബോയിയെ ഒരു ബ്രാൻഡ് എന്നതിലുപരി ഒരു ദേശീയ നായകനാക്കി. ഇന്ത്യയിൽ ലൈഫ് ബോയിയുടെ ചരിത്രം 1895 മുംബൈയിൽ നിന്ന് തുടങ്ങുന്നു. വെറും ഒരു വർഷം വ്യത്യാസത്തിൽ ഇന്ത്യയിലെത്തിയ ഈ സോപ്പ് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പോലും വേഗം ജനപ്രിയമായി. കാരണം ശുചിത്വത്തെക്കുറിച്ച് അവബോധം നൽകുന്ന ലളിതമായ പരസ്യങ്ങളായിരുന്നു ലൈഫ് ബോയിയുടെ ശക്തി. ലൈഫ് ബോയ് എവിടെയോ അവിടെയാണ് ആരോഗ്യം എന്ന ടാഗ് ലൈൻ ഒരു കാലഘട്ടത്തിന്റെ മുദ്രാവാക്യമായിരുന്നു. ഹിന്ദിയിൽ തന്ദുരുസ്തി കി രക്ഷാ കർത്താ ഹെ ലൈഫ് ബോയ് പോലുള്ള പരസ്യങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. കടുത്ത ചുവപ്പ് നിറമുള്ള ഒക്ടഗണൽ ഷേപ്പുള്ള ആ സോപ്പ് ബാർ രോഗാണുക്കളെ അകറ്റുന്നതിന്റെ പ്രതീകമായി. കാലം മുന്നോട്ട് പോയപ്പോൾ ലൈഫ് ബോയ്ക്കും മാറ്റങ്ങളുണ്ടായി. 1960കളിൽ പുതിയ സുഗന്ധങ്ങളുള്ള വെള്ള നിറത്തിലുള്ള സോപ്പുകൾ വിപണിയിലെത്തി. പിന്നീട് പിങ്ക്, അക്വാ നിറങ്ങളിലും സോപ്പുകൾ വന്നു. 1980കളിൽ ബ്രിട്ടനിൽ യഥാർത്ഥ കാർബോളിക് ഫോർമുല നിർത്തിവെച്ചെങ്കിലും ഇന്ത്യയിലെ ലൈഫ് ബോയ് ഇപ്പോഴും തങ്ങളുടെ പരമ്പരാഗത തനിമ നിലനിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നീട് കാർബോളിക് ആസിഡിന് പകരം ആക്റ്റീവ് സിൽവർ പോലുള്ള പുതിയ ആന്റി ബാക്ടീരിയൽ ഘടകങ്ങൾ ചേർത്തു. ഇത് ഒരു സെക്കൻഡിൽ തന്നെ 99.9% രോഗാണുക്കളെ നശിപ്പിക്കുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു. 2000-ങ്ങൾക്ക് ശേഷം ലൈഫ് ബോയ് എന്ന ബ്രാൻഡ് ഒരു വലിയ മാറ്റത്തിന് വിധേയമായി. സോപ്പ് ബാറുകൾക്കപ്പുറം ഹാൻഡ് വാഷുകളും സാനിറ്റൈസറുകളും പുറത്തിറക്കി. ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിലെ ശുചിത്വക്കുറവ് പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് കുഷിയോങ് കി ഡോലി പോലുള്ള ക്യാമ്പയിനുകൾ അവർ ആരംഭിച്ചു. കൈ കഴുകുന്നതിന്റെ പ്രാധാന്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ പരിപാടികൾക്ക് കഴിഞ്ഞു. 2008-ൽ യൂണിലിവർ, യൂണിസെഫ് പോലുള്ള സംഘടനകളുമായി ചേർന്ന് ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ സ്ഥാപിച്ചത് ലൈഫ് ബോയിയുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇതിന്റെ ഭാഗമായി ഹെൽപ്പ് എ ചൈൽഡ് റീച്ച് 5 പോലുള്ള ക്യാമ്പയിനുകൾക്ക് ലൈഫ് ബോയ് നേതൃത്വം നൽകി. കൈ കഴുകാത്തത് കാരണം 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ മരിക്കുന്നത് തടയാൻ ലൈഫ് ബോയ് നടത്തിയ ഈ ക്യാമ്പയിൻ ലോകശ്രദ്ധ നേടി. ഇന്ത്യയിൽ കൈ കഴുകുന്നതിലുള്ള അശ്രദ്ധ ഒരു വലിയ പൊതുജനാരോഗ്യ പ്രശ്നമാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുന്നവർ 53% മാത്രമാണ്. സർക്കാർ നടത്തിയ ഒരു പഠനമനുസരിച്ച് 67%-ലധികം വീടുകളിലും കൈ ശുചിത്വം വളരെ മോശമാണ്. കൂടാതെ പ്രധാനപ്പെട്ട സമയങ്ങളിൽ സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുന്ന ശീലം ഇവിടെ കുറവാണ്. ഏകദേശം 50% വീടുകളിലും കൈ കഴുകാൻ വെള്ളം മാത്രം ഉപയോഗിക്കുന്നു. ഇവിടെ ഉയരുന്ന പ്രധാന ചോദ്യം ഇതാണ്:
ആളുകളെ എങ്ങനെയാണ് മെച്ചപ്പെട്ട ശുചിത്വ ശീലങ്ങളിലേക്ക് നയിക്കാനും ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് വെറുതെ വെള്ളം ഒഴിച്ച് കഴുകാതെ സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുന്ന ശീലം വളർത്താനും സാധിക്കുക. ഇതിനായി ലൈഫ് ബോയ് ബ്രാൻഡ് പരസ്യ കമ്പനിയായ ഓഗിൽവിയുമായി ചേർന്ന് ഈ പ്രശ്നത്തിന് വളരെ ലളിതവും ബുദ്ധിപരവുമായ ഒരു പരിഹാരം കണ്ടെത്തി. കൈ കഴുകേണ്ട സമയത്ത് അത് ഓർമ്മിപ്പിക്കുക മാത്രമല്ല, അതിനായി പരസ്യം ചെയ്യാൻ ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കുക എന്നതായിരുന്നു അവരുടെ ആശയം. 2013 കുംഭമേളയിൽ അവർ 100-ലധികം അടുക്കളകളുമായി സഹകരിച്ച് വിളമ്പിയ ഓരോ റൊട്ടിയിലും ഒരു ചോദ്യം പതിപ്പിച്ചു: നിങ്ങൾ ലൈഫ് ബോയ് ഉപയോഗിച്ച് കൈ കഴുകിയോ? 30 ദിവസം നീണ്ടുനിന്ന ആ ഉത്സവത്തിൽ അവർ 2.5 മില്യണിലധികം റൊട്ടികൾ വിതരണം ചെയ്യുകയും 5 മില്യൺ ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കുകയും ചെയ്തു. ഈ കൃത്യസമയത്തുള്ള ഇടപെടൽ കൈ കഴുകുന്നതിന്റെ പ്രാധാന്യം ആളുകളുടെ മനസ്സിൽ കൊണ്ടുവന്നു. ഈ പദ്ധതിയുടെ സ്വാധീനം കുംഭമേളയിലും ഒതുങ്ങിയില്ല. ലൈഫ് ബോയ് ഇപ്പോൾ 35-ലധികം ഇന്ത്യൻ ഉത്സവങ്ങളിൽ ഈ ഓർമ്മപ്പെടുത്തൽ നടപ്പാക്കുന്നുണ്ട്. ഈ ഉത്സവങ്ങളിൽ ഓരോ വർഷവും ഏകദേശം 200 മില്യൺ ആളുകളാണ് പങ്കെടുക്കുന്നത്. പക്ഷേ ഈ നല്ല കാര്യങ്ങൾക്കിടയിലും ലൈഫ് ബോയ് ചില വിവാദങ്ങളിൽ അകപ്പെട്ടു. ഏറ്റവും വലിയ വിവാദം നടന്നത് 2020 COVID-19 മഹാമാരിയുടെ സമയത്തായിരുന്നു. ലൈഫ് ബോയിയുടെ ഹാൻഡ് സാനിറ്റൈസറിന് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ കഴിവുണ്ടെന്നും കൊറോണ വൈറസിൽ നിന്ന് 10 മണിക്കൂർ വരെ സംരക്ഷണം നൽകുമെന്നും പരസ്യത്തിൽ അവകാശപ്പെട്ടു. ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ യൂണിലിവറിന് നോട്ടീസ് അയച്ചു. ലൈഫ് ബോയ് ഉൽപ്പന്നങ്ങൾ ഒരു സൗന്ദര്യവർദ്ധക വസ്തുവായിട്ടാണ് ലൈസൻസ് എടുത്തിട്ടുള്ളതെന്നും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ കഴിവുണ്ടെന്ന് അവകാശപ്പെടുന്നത് തെറ്റിദ്ധാരണാജനകമാണെന്നും DCGI വ്യക്തമാക്കി. സമാനമായ ഒരു പരസ്യത്തിന് ലൈഫ് ബോയ് വൈറസ് ഫൈറ്റിംഗ് സോപ്പിനും നോട്ടീസ് ലഭിച്ചിരുന്നു. ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും പൊതു താല്പര്യത്തിന് വിരുദ്ധവുമാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി. ഇതേ കോവിഡ് കാലത്താണ് ഡെറ്റോളിന്റെ ഒരു പരസ്യം വരുന്നത്. ആ പരസ്യത്തിൽ ബാർ സോപ്പുകൾ കൈ കഴുകാൻ അത്ര ഫലപ്രദമല്ലെന്ന് ചിത്രീകരിച്ചു. ലോകാരോഗ്യ സംഘടനയുടെ മാർഗനിർദ്ദേശങ്ങളിൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകാൻ പറഞ്ഞിരിക്കെ ഈ പരസ്യം ജനങ്ങളിൽ ഭയം ഉണ്ടാക്കുന്നു എന്ന് കാണിച്ച് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ബോംബെ ഹൈക്കോടതിയിൽ ഡെറ്റോളിനെതിരെ കേസ് കൊടുത്തു. ലൈഫ് ബോയ് സോപ്പിന്റെ അതേ ആകൃതിയും നിറവും പരസ്യത്തിൽ ഉപയോഗിച്ച് തങ്ങളെ മനഃപൂർവ്വം താറടിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നു എന്നും അവർ ആരോപിച്ചു. ഒടുവിൽ ഡെറ്റോൾ ആ പരസ്യം പിൻവലിച്ചു. ലൈഫ് ബോയ് എന്ന ബ്രാൻഡിനെ നേരിട്ട് ബാധിക്കുന്നതല്ലെങ്കിലും അതിന്റെ മാതൃ കമ്പനിയായ യൂണിലിവറിന് മറ്റ് ചില വിവാദങ്ങളിൽ പങ്കുണ്ടായിരുന്നു. 2011 യൂറോപ്പിലെ വാഷിംഗ് പൗഡർ കമ്പനികളുമായി ചേർന്ന് വില നിശ്ചയിക്കാൻ ശ്രമിച്ചതിന് യൂണിലിവറിന് വലിയ പിഴ ചുമത്തിയിരുന്നു. കൂടാതെ 2001 കൊടൈക്കനാലിലെ യൂണിലിവർ ഫാക്ടറിയിൽ നിന്ന് മെർക്കുറി മാലിന്യങ്ങൾ പുറത്തുവിട്ടത് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴിവെച്ചു. ഈ വിവാദങ്ങളെല്ലാം യൂണിലിവറിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു. എങ്കിലും ഈ വിവാദങ്ങളെല്ലാം അതിജീവിച്ച് ലൈഫ് ബോയ് മുന്നോട്ട് പോകുന്നു. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ജേം പ്രൊട്ടക്ഷൻ സോപ്പുകളിൽ ഒന്നാണ് ലൈഫ് ബോയ്. അതിന്റെ ലളിതമായ ആശയം, കൈ കഴുകുക, ആരോഗ്യത്തോടെ ഇരിക്കുക, ഇന്നും പ്രസക്തമാണ്. എല്ലാവരുടെയും ഓർമ്മകളിൽ ലൈഫ് ബോയ് എന്നത് ഒരു ചുവന്ന സോപ്പ് മാത്രമായിരുന്നില്ല. അത് രോഗങ്ങളിൽ നിന്നുള്ള ഒരു വാഗ്ദാനമായിരുന്നു, ഒരു സംരക്ഷണ കവചമായിരുന്നു. ഒരു സോപ്പിന്റെ കഥയല്ല, മനുഷ്യന്റെ ആരോഗ്യത്തെയും ശുചിത്വത്തെയും കുറിച്ചുള്ള നമ്മുടെ എല്ലാം ഓർമ്മകളുടെയും ചിന്തകളുടെയും കഥയാണിത്. ഒരു കൊച്ചു സോപ്പ് ബാറിൽ നിന്ന് ആരംഭിച്ച് ലോകമെമ്പാടും കോടിക്കണക്കിന് ആളുകളുടെ ആരോഗ്യത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച ഈ ബ്രാൻഡിന്റെ കഥ ഇവിടെ പൂർത്തിയാകുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.